പ്രിയ കൊച്ചുകൂട്ടുകാരെ, സ്കൂൾ റീ ഓപ്പണിംഗ് ആണ് 2025-26 അധ്യയന വർഷത്തിൻ്റെ. എല്ലാവർക്കും സ്കൂളിലേക്ക് സ്വാഗതം. ആദ്യമായി സ്കൂളിലേക്ക് എത്തുന്നവർക്ക് നിറങ്ങളുടെയും അക്ഷരങ്ങളുടെയും പുതിയ കൂട്ടുകാരുടെയും പുതിയ പുസ്തകങ്ങളുടെയും ബുക്കുകളുടെയും ബെല്ലിൻ്റെയും സമയക്രമത്തിൻ്റെയും ഒക്കെ വൈവിധ്യങ്ങളിലേക്ക് സ്വാഗതം. മുൻ വർഷങ്ങളിൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടികൾ വീണ്ടും പുതിയ വസ്ത്രങ്ങൾ, പുതിയ ബുക്കുകൾ, പുസ്തകങ്ങൾ, ബാഗുകളൊക്കെ വാങ്ങിച്ച് സ്കൂളിലേക്ക് പോവുകയാണ്. അവരെയും സന്തോഷത്തോടെ ഒരിക്കലൂടെ ഈ സ്കൂൾ അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യും. 4 കാര്യങ്ങളാണ് എനിക്ക് പ്രധാനപ്പെട്ടതായിട്ട് എല്ലാവരോടും പറയാനുള്ളത്. ഒന്ന്, ആരോഗ്യമുള്ള മനസ്സ്, ശരീരം, മികച്ച ബുദ്ധി വികസനത്തിനുള്ള പഠനം, നല്ല മനുഷ്യത്വ അധിഷ്ഠിതമായ ചിന്ത. ഇതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ. മാതാപിതാക്കൾക്ക് അഭിനന്ദനങ്ങൾ. ഓരോ കുട്ടിക്കും അവരവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനമുണ്ട്. അതനുസരിച്ചുള്ള സ്കൂളിലൊക്കെയാണ് നിങ്ങൾ കുട്ടികളെ വിടുന്നത് എന്നത് സത്യമായ സംഗതിയാണ്. ഇവിടെ വീടിനകത്ത് കസേര കൊണ്ടും ചിലപ്പോൾ ബെഡ്ഷീറ്റ് കൊണ്ടുമൊക്കെ അവരുടേതായ ഭാവന അനുസരിച്ച് കൊച്ചു കൊച്ചു വീട് നിർമ്മിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. ക്രിയാത്മകതയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളാണ് ഇനിയും സ്കൂളിലേക്ക് പോകുന്നത്. അവർക്ക് സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകുവാനുള്ള ഇടങ്ങളിൽ ചിലയിടമാണ് നല്ല ഭക്ഷണം കൊടുക്കുക. റെഫ്രിജറേറ്റഡ് ഭക്ഷണം പൂർണ്ണമായിട്ട് മാറ്റുക. പ്രത്യേകിച്ച് ഇത് മഴക്കാലമാണ് എന്ന് ഓർക്കുക. പുസ്തകങ്ങൾ പൊതിഞ്ഞ് പുറത്ത് മാർക്കറോ അല്ലെങ്കിൽ ബോൾ പെന്നോ ഉപയോഗിച്ച് പേരെഴുതി കൊടുക്കുക. ഭക്ഷണം വെച്ച് കഴിക്കാൻ ഒരു തുവാല അല്ലെങ്കിൽ ചെറിയ ടവൽ കൊടുത്തുവിടുക. മൂർച്ചയുള്ള ഒരു ആയുധവും ബ്ലേഡ് അല്ലെങ്കിൽ കോമ്പസ് അതുപോലുള്ള സാധനം കൊച്ചുകുട്ടികളുടെ കയ്യിൽ യാതൊരു കാരണവശാലും കൊടുക്കരുത്. എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്ക് നന്നായിട്ട് അറിഞ്ഞുവിടാം. അതോടൊപ്പം തന്നെ മഴവെള്ളമുള്ള സ്കൂളാണെങ്കിൽ അധികാരികളോട് നിങ്ങൾ ചോദിക്കുക. ഇപ്പം ഈ ഷൂസും അതോടൊപ്പം തന്നെ ഈ സോക്സ് ഇട്ടുകൊണ്ട് വരണമെന്ന്. പ്രത്യേകിച്ച് ലെതർ ഷൂസ് ആണെങ്കിൽ അല്പം പ്രശ്നമാണ്. രണ്ടാമത് നനഞ്ഞ സോക്സ് ഇട്ടുകൊണ്ട് കുട്ടികൾ ക്ലാസ്സിലിരിക്കും. പക്ഷേ അത് കുട്ടികളിൽ പനി അതുപോലുള്ള തദ്ജന്യമായ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികാരിയോട് സംസാരിക്കും. മക്കളെ തല്ലാതെങ്കിൽ, അതായത് ക്ലാസ്സിൽ ടീച്ചർമാരോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടികളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുമ്പം അവരുടെ മുമ്പിൽ വടി എടുക്കാതിരിക്കുക. അതോടെ മുതിർന്ന കുട്ടികളുടെ മാതാപിതാക്കൾ മാസത്തിൽ ഒരിക്കൽ സ്കൂളിൽ പോയി അവരുടെ പഠന വിവരങ്ങൾ അന്വേഷിക്കുക. പഠന സമയം അരമണിക്കൂർ കൂട്ടിയിട്ടുണ്ട്. 9:45 4:15 അത് ചെറിയ ചേഞ്ച്. 2 കാര്യങ്ങളാണ്. ഡ്രൈവർമാർ, കിളികൾ, ഇവരൊക്കെ ശ്രദ്ധിക്കണം. പണ്ട് ഓടി നിന്നതുപോലെ ഓടി നിൽക്കാൻ സാധിക്കില്ല. അതനുസരിച്ച് സമയം ക്രമീകരിക്കണം. അത് മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തുകയും വേണം. അപ്പം അതങ്ങനെ. അധ്യാപകർക്ക് പിന്നെ പ്രീ-KG മുതലുള്ള കുട്ടികളോട് സ്നേഹം, ബഹുമാനം അങ്ങനെ ആയിരിക്കണം. വാത്സല്യം, അതായത് വിദ്യാഭ്യാസത്തേക്കാൾ സ്നേഹമാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ചെറു ക്ലാസ്സിലെ കുട്ടികൾ എപ്പോഴും ഒരു വാത്സല്യം, അമ്മയുടെ വാത്സല്യം, അച്ഛൻ്റെ വാത്സല്യമൊക്കെ ആഗ്രഹിക്കും. പിന്നെ തീവ്രതയുള്ള മഴയാണെങ്കിൽ മാതാപിതാക്കൾ തന്നെ തീരുമാനിക്കുക, ഞങ്ങൾ കുട്ടികളെ തന്നെ സ്കൂളിലേക്ക് വിടുന്നില്ല. മുതിർന്ന ക്ലാസ്സിലെ അധ്യാപകർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലാസ്സിലെ കുട്ടികളുടെ ബാഗ് റാൻഡമായിട്ട് 2-3 പേരുടെ ബാഗ് ഒരു ദിവസമെങ്കിലും ചുമ്മാ തുറന്ന് പരിശോധിക്കണം. ഇന്നത്തെ കാലഘട്ടം കുട്ടികളെ കുറ്റപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ അത് ഒരു കുട്ടിയുടെ മാത്രം തുറക്കരുത്. 45 കുട്ടികളുണ്ടെങ്കിൽ 45 / 10, അപ്പോൾ 4 നോക്കിയാലും പറ്റുന്നതല്ല 40. നമുക്ക് 10 ദിവസം കൊണ്ട് തുറന്ന് നോക്കാൻ സാധിക്കും. സ്കൂളിൻ്റെ അടുത്തുള്ള കടകൾ, അത് പ്രത്യേകിച്ച് ഐസ്ക്രീം കടകൾ, പ്രത്യേകിച്ച് പെട്ടിക്കടകൾ, ഇവിടെ എല്ലാ മാസത്തിലൊരിക്കലെങ്കിലും ആരോഗ്യ പ്രവർത്തകർ ഐസ്ക്രീം ടെസ്റ്റ് ചെയ്യാൻ പറയണം. പിന്നെ സിപ്പപ്പ് പോലുള്ള സാധനം ഉണ്ടല്ലോ, അത് കഴിക്കുന്നത് ശ്രദ്ധിക്കാൻ പറയണം. പിന്നെ ഈ മിഠായിക്കകത്ത് തന്നെ ഒത്തിരി കെമിക്കൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സ്കൂൾ ഡേ വരുമ്പം മറ്റു കുട്ടികളുടെ കയ്യിൽ മിഠായി കൊടുക്കാൻ പരിശ്രമിക്കും. അത് പേരൻസ് കൊടുത്തുവിടുന്നതായിരിക്കും. എങ്കിലും അത് നിങ്ങൾ ടീച്ചേഴ്സ് ശ്രദ്ധിച്ചേ കൊടുക്കാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. മഴക്കാലത്ത് സ്കൂളിൽ വരുന്നതിന് ശേഷം നീന്താൻ പോകുന്ന ചില കുട്ടികളുണ്ട്. എനിക്കറിയാവുന്നതുകൊണ്ടാണ്. മുതിർന്ന കുട്ടികളാണ്. അങ്ങനെ കണ്ടാൽ അവരെ തീർച്ചയായിട്ടും മാതാപിതാക്കളെ പിടിച്ചേൽപ്പിച്ചിട്ട് അവരെ മേലാൽ ഇങ്ങനെ ഉണ്ടായാൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് കർശനമായ നടപടിയെടുക്കുക. മാതാപിതാക്കളുടെ ഒരു കാര്യം, അതിതീവ്രം മഴയാണെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല കാറ്റുള്ളപ്പോൾ
സ്കൂളിൻ്റെ തണൽമരങ്ങളിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ കീഴിലോ നിൽക്കാതിരിക്കാൻ പറയുക. നടന്നു പോകുമ്പോൾ വീട്ടിലേക്ക് നടന്നു പോവുകയോ അല്ലെങ്കിൽ തിരിച്ച് സ്കൂളിലേക്ക് നടന്നു വരികയോ രണ്ടും അങ്ങനെ സമയത്ത് ഭയങ്കര ശക്ത മഴയും കാറ്റുമാണെങ്കിൽ ആളുകളുള്ള കടകളിൽ കയറി നിൽക്കാൻ പറയുക. നടന്നു പോകുമ്പോൾ ഏത് മരത്തിനും എന്തും സംഭവിക്കാം. മഴക്കാലമായതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അങ്ങനെ ആരും ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ അതിന് പുറത്ത് വെച്ചോ തരുന്ന ഒരാരും ഈവൻ മിഠായി പോലും കഴിക്കരുത് എന്ന് കുട്ടികളെ നിർദ്ദേശിച്ച് മാതാപിതാക്കൾ വിടുക. അതോടൊപ്പം ടീച്ചേഴ്സും അങ്ങനെ വിടുക. ഇത് മഴക്കാലത്തെ മാത്രമല്ല, ഏത് കാലത്തും ഇത് പ്രയോജനമുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കാം, തിരികെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാം. കഴിയുന്നതും മഴക്കാലത്ത് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക, ടീച്ചേഴ്സും ശ്രദ്ധിക്കുക. നല്ല ഒരു അധ്യയന വർഷം ഇവർക്ക് ഉണ്ടാകട്ടെ. ഗവൺമെൻറ്റിനോട് ചേർന്ന്, സമൂഹത്തോട് ചേർന്ന്, അധ്യാപകരോട് ചേർന്ന്, മാതാപിതാക്കളോട്. സമൂഹത്തിൽ അധ്യാപകരും മാതാപിതാക്കളുമല്ല, മറ്റൊരു ഗ്രൂപ്പുണ്ട്, എലൈറ്റ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ സമൂഹത്തിന് നിർമ്മിതാക്കളുണ്ട്. അവർ പോലും നിങ്ങളെന്തെങ്കിലും കുഞ്ഞുങ്ങളെ വഴിയിൽ കണ്ടാൽ ആ കുഞ്ഞുങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ അവരെ നല്ലൊരു സ്ഥലത്ത് നിർത്തുക, അവർ അഡ്രസ്സ് വാങ്ങിക്കുക. അഡ്രസ്സ് വാങ്ങിച്ച് മാതാപിതാക്കളൊന്ന് വിളിച്ച് പറഞ്ഞു കൊടുക്കുക, ഇതുപോലാണ്ട് കുഞ്ഞുവിടെ വെപ്പുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങളുടെ എല്ലാ കുട്ടികളുടെ ബുക്കിലും മാതാപിതാക്കളുടെ കോൺടാക്റ്റ് നമ്പർ എഴുതി വിടുക. ഏവർക്കും നല്ല ദിവസം. ജോൺസൺ കരൂർ.